ഈ 50 ദിവസത്തോളം കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് ഇത് അർഹിക്കാത്ത വിജയമാണ്. കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, അപവാദ പ്രചരിപ്പിച്ച്, കളവായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന്, തെറ്റായ വാഗ്ദാനങ്ങൾ, മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് നേടിയിട്ടുള്ള അനർഹമായ വിജയം. കോൺഗ്രസ് ആണ് ഇവിടെ രാഷ്ട്രീയമായി ജയിച്ചിട്ടുള്ളത്. പക്ഷെ ഭരിക്കുന്നത്, അതിന്റെ ഭരണത്തിന്റെ ഫലം അനുഭവിക്കുന്നത് RSSഉം BJPയുമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണ രംഗത്ത് അല്ലെങ്കിൽ ഓഫീസുകളിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലൊക്കെ കയറാതിരുന്ന ചില വിഭാഗങ്ങൾ അവിടെ കയറി കൂടിയിട്ടുണ്ട്. ഒന്ന് മറുനാടൻ മലയാളി. ഇപ്പൊ ശശികല എന്ന് പറയുന്ന ആ സ്ത്രീ അടക്കമുള്ളവർ വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്നവരാണ്. ഈ വ്യക്തി അടക്കം മുഖ്യമന്ത്രിയുടെ വലിയ സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും സ്വീകരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. നെഹ്റു എന്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? നെഹ്റുവിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും, അദ്ദേഹത്തിന്റെ നയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 57 ഗവൺമെന്റ് പിരിച്ചുവിട്ടു, അതിനൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ നെഹ്റു ഒരു എന്താ പറയാ, സയന്റിഫിക് ടെമ്പറുള്ള മനുഷ്യനായിരുന്നു. നമസ്കാരം. നമുക്കിപ്പം ഇന്ന് ചേരുന്നത് KJ ഷൈൻ ടീച്ചറാണ്. ടീച്ചർ നമസ്കാരം. ഈ നിലവിൽ ഇപ്പോൾ UDFന്റെ ഭരണം ഒരു മാസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ ഭരണത്തെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, പൊതുവെ കേരളത്തിലെ ജനങ്ങളാകെ കേവലം 10-50 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഗവൺമെന്റ് പരാജയമാണ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, അതിൽ രൂക്ഷമായ വിമർശനവും പരാതിയും ആശങ്കയും ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളിൽ നിന്നും അവരുടെ നേതാക്കന്മാരിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പ്രതിപക്ഷത്തിന് കാര്യമായ ഒരു എൻഗേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഇടപെടാനുള്ള ഒരു സൗകര്യം പോലും UDFന്റെ ഘടകകക്ഷികളും KSU പോലുള്ള കോൺഗ്രസിന്റെ വർഗ ബഹുജന സംഘടനകളും പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റൊരു ഉദാഹരണത്തിന് ഈ ബസ് തൊഴിലാളികളുടെ അവരുടെ കോൺഗ്രസ്, ബസ് തൊഴിലാളികളുടെ കോൺഗ്രസിന്റെ അനുകൂല സംഘടന, ആ സംഘടന ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയ ദിവസം എല്ലായിടത്തും പായസം വിതരണം ചെയ്യുന്നൊരു രംഗം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. വലിയ വാർത്തയായിരുന്നു. അവര് തന്നെ വയനാട്ടില് നിന്ന് വേറൊരു വാർത്ത കണ്ടത്, ഈ മുഖ്യമന്ത്രി അടക്കം ചീത്ത പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അതായത് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് കേവലം ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ താഴെയായ ഒരു ഗവൺമെന്റിനെ ഇതേ രീതിയിൽ വിമർശിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ എന്റെ പരിമിതമായ രാഷ്ട്രീയ അറിവ് വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുക, അവരുടെ നയം എന്താണെന്ന് മനസ്സിലാക്കുക, പതുക്കെ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുക, അത് ചർച്ചയാവുക, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ ഇത് അതിന് പോലും ഒരു സാവകാശം കൊടുക്കാതെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ, ഭരണ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പരാജയമാണ്, ഞങ്ങളെ കൊണ്ട് ഇതാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ആശങ്കയും നിരാശയും ഉത്കണ്ഠയും ഒക്കെ രേഖപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടതുപക്ഷം മാറണമെന്നും UDF അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിച്ച അവരുടെ കൂടെ നിൽക്കുന്ന സംഘടനകൾ. ഇനി ഇപ്പുറത്തും ചില ബുദ്ധിജീവികളൊക്കെ നമുക്കറിയാലോ, ഇലക്ഷന് തൊട്ട് മുൻപേ ഒരു മാറ്റം നല്ലതാണ്, എന്തുകൊണ്ട് മാറണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷം എന്തുകൊണ്ട് മാറണം, ഈ ഭരണം മോശമാണ്, ഇടതുപക്ഷ ഭരണം മോശമാണ് എന്നുള്ള രീതിയിൽ യാതൊരു പ്രസ്താവനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനമോ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷക്കാലം തങ്ങൾക്ക് ഭരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഏത് തന്ത്രം പയറ്റിയും അധികാരത്തിൽ വരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വ്യാപകമായ നുണപ്രചരണങ്ങൾ, ആ നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 150 കോടി രൂപ ചെലവഴിച്ച് ഒരു മാനേജ്മെന്റ് വിദഗ്ധനെ, അതായത് തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ വേണ്ടി ഒരാളെ പ്രത്യേകമായി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ
നമ്മൾ പ്രത്യക്ഷത്തിൽ, പരോക്ഷമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് സുനിൽ കനകോലു എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിക്ക് അത് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സാങ്കേതിക വൈദഗ്ധ്യവും അല്ലെങ്കിൽ സൈബർ രംഗത്തുള്ള സാധ്യതകളും പണവും ഒക്കെ ഉപയോഗിച്ച് ധാരാളം ആളുകളെ കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള നുണകൾ പ്രചരിപ്പിച്ചു. മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇത്തരം നുണകൾ ഇങ്ങനെ പല ആവർത്തിച്ച് ആളുകളെ കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി ജനങ്ങളൊക്കെ ഇതങ്ങനെ ഉണ്ടോ, യഥാർത്ഥത്തിൽ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പരിശോധിച്ചാൽ അവർക്ക് ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്ത് അവരുടെ ജീവിതത്തെ 10 വർഷം മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ PSC നിയമനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് തന്നെ, നീതി ആയോഗിന്റെ കണക്ക് തന്നെ പറയുന്നത് 100 പേരെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനോടെ നിയമിക്കപ്പെട്ടാൽ അത് 60-ലേറെ പേർ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. അപ്പോ അങ്ങനെ ജോലി ലഭിച്ച, സുരക്ഷിതമായ ജോലി ലഭിച്ച കുട്ടികൾ ഉള്ള ഒരു വീടെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാതിരിക്കില്ല. അതുപോലെ സ്ത്രീകൾക്ക് 35 ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് 1000 രൂപ ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ അവരുടെ അധ്വാനത്തിന്, ഈ സമൂഹത്തിൽ അവർ ചെയ്യുന്ന കാണാപ്പണിക്ക് അതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു നിലപാട്, വളരെ വിപ്ലവകരമായ ഒരു നിലപാട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണെങ്കിൽ പോലും അതിവിപ്ലവകരമായ ഒരു നിലപാടാണ്. ആ നിലപാടെടുത്ത് അതിന്റെ പ്രവർത്തനം തുടങ്ങിയ ഒരു 10, 16, 17 ലക്ഷത്തോളം സ്ത്രീകൾക്ക് അവരറിയാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള രീതിയിലേക്ക് അവർക്കും ലഭിക്കുകയുണ്ടായി. അതുപോലെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 57 അധികാരത്തിൽ വരുന്ന കാലഘട്ടം മുതൽ 60കളിലും അതുപോലെ തന്നെ 70കളുടെ അവസാനവും 90കളുടെ 96, 97 കാലഘട്ടത്തിലും 2000, 2001 കാലഘട്ടത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കൂടുതലായും ഭരണരംഗത്ത് വരുമ്പോൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. കാരണം സാമ്പത്തികമായ, സാമൂഹ്യമായ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ കുറെ കൂടി ഉയർന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഭരണത്തിൽ വന്ന കാലഘട്ടങ്ങളിലൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തവർക്ക് അത് കൊടുക്കുക, ഇനി ഉപജീവനത്തിന് വേണ്ടി കോഴി, താറാവ് അല്ലെങ്കിൽ കന്നുകാലികൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അതുപോലെ സാക്ഷരത, കാരണം എല്ലാവർക്കും എഴുതാനും വായിക്കാനും ഉള്ള പ്രാഥമികമായ ഒരു വിവരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരുന്നു. പ്രാഥമികമായി നമ്മൾ നേടേണ്ട ശേഷികളും സാമൂഹ്യമായ വികാസവും ഒക്കെ നേടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഈ 2014 അധികാരത്തിൽ വന്ന 16 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിന്നെ എടുത്ത നടപടി എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ, ക്ഷേമപ്രവർത്തനത്തെ കൈവിട്ട് കളയാൻ കഴിയില്ല, ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം, ഒരു പക്ഷെ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണല്ലോ. അതിലിപ്പോ നാഷണൽ ഹൈവേയുടെ കാര്യം തന്നെ എടുക്കാം. അപ്പൊ അത്തരം നടപടികൾ ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപേക്ഷിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയെ എന്ത് വില കൊടുത്തും നടത്തണം, അതായത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് വലിയ ഊർജം നൽകും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുകയും അത് വെല്ലുവിളികൾ നേരിടുകയും ആ വെല്ലുവിളിയെ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടല്ല, അവർ ഈ സ്ഥലവും മറ്റു കാര്യങ്ങളും ഉപജീവനോപാധികളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള നഷ്ടപരിഹാരം, അവരുടെ ജീവിതത്തെ വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യത്വപരമായ, വികസനപരമായ എല്ലാ സമീപനങ്ങളും എടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതിന്റെ ഏതാണ്ട് 10-80% കഴിഞ്ഞു. നല്ല രീതിയിൽ അതിന്റെ വർക്കൊക്കെ നടന്നു. എല്ലാവരും വലിയ രീതിയിൽ അത് ആസ്വദിച്ചു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ അല്ലേ, കേരളത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് പോലില്ല, മാധ്യമങ്ങളും എടുക്കുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മളിവിടെ കൊച്ചിയിൽ ആരംഭിച്ചു. മെട്രോ റെയിലിന്റെ എക്സ്റ്റൻഷൻ പല രീതിയിലേക്കും
കൊണ്ടുപോയി. അതെ. അതുപോലെ ആശാവർക്കർമാർ, ഇപ്പൊ ആശാവർക്കർമാരുടെ സമരമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് UDF-ഉം കോൺഗ്രസും അതിന്റെ മറ്റ് വർഗീയ ശക്തികളും ഒക്കെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെ അടിക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ വടിയായിട്ട് ഉപയോഗിച്ചത് ആശാവർക്കർമാരുടെ സമരമാണ്. അപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആശാവർക്കർമാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ഏതാണ്ട് 13,500 രൂപ ഈ കേരളത്തിൽ വാങ്ങുമ്പോൾ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിൽ അവർ വാങ്ങുന്നത് 5,500 രൂപയാണ്. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പോ ഇത് ഈ യാഥാർത്ഥ്യം, ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യവും കാണാതെ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്തോ വലിയൊരു പാതകം ആശാവർക്കർമാരോട് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ വ്യാപകമായ പ്രചരണവും അതിന്റെ സമര കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ തള്ളിവിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കി ഉപയോഗിക്കുക. മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗം. ഇപ്പൊ കേരളം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഭരിക്കുന്ന UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പ്രസംഗത്തിലൂടെയും അല്ലാതെയും, നമ്മൾ മാത്രമല്ല, രാജ്യത്തിന്റെ നീതി ആയോഗ് ആണെങ്കിലും മറ്റ് ഫാമിലി ഹെൽത്ത് സർവേ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇതിലാണെങ്കിലും വ്യവസായ സംരംഭത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാമതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പാൻ ഓഫ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നു. നല്ല മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പൊതു മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൊ ഇതേപോലെ തന്നെയാണ് പൊതു വിദ്യാഭ്യാസം. അപ്പൊ ഇത്തരത്തിലുള്ള മാനവ വികസന സാധ്യതകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാന ശില എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസമാണ്. ആ പൊതുവിദ്യാഭ്യാസത്തെ 57-ലെ ഗവൺമെന്റ് EMSന്റെ ഗവൺമെന്റ് തുടങ്ങി കണ്ണുവച്ച പ്രവർത്തനമാണ്. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം പ്രൈമറി തലത്തിൽ. പിന്നെ EMSന്റെ ഗവൺമെന്റ് വീണ്ടും വന്നപ്പോഴാണ് അത് അപ്പർ പ്രൈമറി മേഖലയിലേക്ക് 90-കളായപ്പോ 90-കളിൽ വന്ന ഗവൺമെന്റ് അത് 10ാം ക്ലാസ് വരെയും അതിനുശേഷം +2 എന്നുള്ള രീതിയിൽ. ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചത്? +2 കഴിഞ്ഞ് ബിരുദ തലം വരെയും ഡിഗ്രി തലം വരെയും കേരളത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം. ഇത് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ പോലും ഇന്ന് ഇപ്പോ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020-ൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് 10ാം ക്ലാസ് 8ാം ക്ലാസ് അല്ല 14 വയസ്സ് വരെയും 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കാൻ 2030 വരെയെങ്കിലും കൊടുക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിയമം 2020 പാസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സും കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി തലം വരെയും എല്ലാവർക്കും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോ അതിന് എങ്ങനെയാണ് നമ്മൾ പ്രാപ്തമായത്? അത് ഈ കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന 1ാം പിണറായി ഗവൺമെന്റും 2ാം പിണറായി ഗവൺമെന്റും ഓരോ മേഖലയിലും, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അത് കഴിഞ്ഞ് 2ാം ഗവൺമെന്റ് വന്നപ്പോഴാണ് വിദ്യാകിരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ക്യാമറയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അൺഎയ്ഡ് സെക്ടറിനേക്കാൾ വെല്ലുവിളിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ചെരുപ്പ് ഊരിയല്ലാതെ നമുക്ക് പൊതുപള്ളിക്കൂടത്തിലേക്ക് കയറാൻ കഴിയില്ല. ആ സമയത്ത് ഒരു 10 വർഷം അല്ലെങ്കിൽ 10-12 വർഷം മുൻപുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ, ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത അവസ്ഥ, പാഠപുസ്തകം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ, ഓണത്തിന് പോലും പാഠപുസ്തകം ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അവസ്ഥയുടെ. അതൊക്കെ മാറി പൊതുവിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതും അതിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് ആയിട്ടുള്ള ശാക്തീകരണവും ഒക്കെ നടത്തി ഗംഭീരമാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റിയത് കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഏതാണ്ട് 10-15 കോടിയോളം 10,000 കോടിയോളം രൂപ, 10,000-ൽ താഴെ കോടിയോളം രൂപ ഈ പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചു. അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗത്തും ഏതാണ്ട് 14,000 കോടിയോളം രൂപ ആരോഗ്യ മേഖലയിലും ചെലവഴിച്ചു. അപ്പോ അവിടെ ആർദ്രം മിഷൻ, അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ, ഹരിത കേരള മിഷൻ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 ലക്ഷം പേർക്ക് തലചായ്ക്കാൻ ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിൽ മറ്റൊരിടത്തും, ഇന്ത്യയിലല്ല എനിക്ക് തോന്നുന്നു ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ ഒരു 10 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10-20 ലക്ഷത്തോളം പേരെ അവർക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറമുള്ള ഒരു അതിൻ്റെ അകത്ത് ജീവകാരുണ്യം പോലും ഉണ്ട് അല്ലെ? എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനം ഇതൊക്കെ ചെയ്തിട്ടും ഇനി നോക്കൂ, വയനാട് 432 പേർ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് സാധാരണ മരണപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ആരൊക്കെ മരിച്ചു എന്നോ അവരുടെ ശരീരാവയവങ്ങൾ പോലും കൃത്യമായി കിട്ടാത്ത ഒരു അതിദാരുണമായ ദുരന്തമാണ് നടന്നത്. ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഗംഭീരമായി, ഇപ്പൊ ഞാനൊക്കെ അവിടെ പോയി കണ്ടു, പലരും അവിടെ വലിയ തിരക്കാണ് ആ പ്രദേശം കാണാൻ. അപ്പൊ അവിടെ ഒരു 175 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗവൺമെന്റ് അതിന്റെ താക്കോല് കൈമാറുന്ന അനുഭവവും പ്രവർത്തനവും ഒക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ഇനിയൊരു പ്രകൃതി ദുരന്തം വന്നാൽ പോലും കുലുങ്ങാത്ത വിധത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ ഗവൺമെന്റ് ചിട്ടപ്പെടുത്തിയിട്ട് അതിന്റെ പ്രവർത്തനം. ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം വരെയും, അവരുടെ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനം, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ എല്ലാവർക്കും കൂടി ഒത്തുകൂടി ഇരിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു ഗംഭീര ടൗൺഷിപ്പാണ് അവിടെ ഒരുങ്ങി വന്നത്. പക്ഷെ ഇപ്പൊ അവസ്ഥ എന്താ? ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം മലയാളം ചാനലാണ് RDX അവരുടെ ഇതില് കാണിച്ചത്. ഏതാണ്ട് 2400 പേർ തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ആ ടൗൺഷിപ്പ് പ്രവർത്തന രംഗത്ത് കേവലം 1000-ൽ താഴെ തൊഴിലാളികളായി ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച അവസ്ഥയായി, സ്തംഭനാവസ്ഥയിലായി. ഇനി അവരുടെ അവസ്ഥ എന്താണ്? ഇത് വയനാട് ടൗൺഷിപ്പ് അവിടെ ഞങ്ങൾക്കൊരു വീട് കിട്ടും, തലചായ്ക്കാൻ ഒരു ഇടം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് ആശങ്കയാണെന്ന്. ആശങ്കയ്ക്ക് എന്താ അടിസ്ഥാനം? ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായി, അത് മാത്രമാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഭരണം മാറണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ അതിൽ ബുദ്ധിജീവികൾ അടക്കമുണ്ട്. ഇപ്പൊ നമ്മുടെ സച്ചിദാനന്ദ മാഷ് അടക്കം ഇല്ലേ, ഇതൊന്നും മാറുന്നതാണ് നല്ലത്. അപ്പൊ എന്തിനാണ് മാറുന്നത് എന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകളും പറഞ്ഞില്ല. പൊതുവെ സംസാരം ഈ മാധ്യമങ്ങളും ഇതുപോലെ ചില ബുദ്ധിജീവികളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യരുടെ ഇടയിലേക്കും എന്നാ പിന്നെ ഒന്ന് മാറട്ടെ, 10 വർഷമായല്ല, ഇനി അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം, വളരെ ലാളിത്യത്തോടു കൂടി അല്ലെങ്കിൽ അലസമായി എടുത്ത ഒരു ആയിരുന്നു എന്ന് ഇപ്പോ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതെ, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ്? അപ്പൊ ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിച്ചത് എന്താണെന്നറിയോ? ഒന്ന്, എന്തുകൊണ്ട് മാറണം, ഈ ഗവൺമെന്റിന്റെ കുറവെന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക്, അതിൻ്റെ അകത്തുള്ള പാർട്ടികൾക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട വേറെ സംഗതിയാണ്. അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ വേറെ പരിശോധിക്കേണ്ടതാണ്. മറിച്ച് പാർട്ടി എടുക്കുന്ന നയം, ആ നയം ഒരു ഗവൺമെന്റിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആ ഇംപ്ലിമെന്റേഷനിൽ അതിന്റെ ഗുണഫലം അനുഭവിച്ച ജനങ്ങളെ സംബന്ധിച്ച് അവിടെ വല്ല പ്രശ്നമുണ്ടോന്നാണ്. ആ പ്രശ്നത്തെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ നേട്ടങ്ങൾ, നന്മകൾ, അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഈ അവകാശം കൊടുത്തതിൽ അല്ലെങ്കിൽ ആ അവകാശം നടപ്പിലാക്കിയതിൽ, ലഭ്യമാക്കിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരാളും വിമർശനത്തിന്റെ വിധേയമാക്കി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മാറണം എന്ന് വളരെ ലളിത യുക്തി ഉപയോഗിച്ച് പറയുകയും അത്ര ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇനി ആ മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം കോൺഗ്രസ് അല്ലെങ്കിൽ UDF എടുത്തത് എങ്ങനെയാണ്? അവര് അവസാന ഘട്ടത്തിൽ ഒരു 5 ഇന്ദിര ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞു. അതിനു മുൻപ് ഒരു അധികാരം കിട്ടിയാൽ ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങളുടെ നയം ഇതാണ്, അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യാറ്. ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഞങ്ങൾ ഇതാ പഠിച്ചു, ഇന്ന കാര്യം പഠിക്കുന്നവരാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ UDF-നെ സംബന്ധിച്ച് അതിന്റെ നേതാക്കന്മാര്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം, നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതും മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അദ്ദേഹം വലിയ വിവരമുള്ള ആളാണ്, ധാരാളം പുസ്തകം വായിക്കുന്ന ആളാണ്, പഠിച്ചു മാത്രം പറയുന്ന ആളാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന ആളുകൾ തീർച്ചയായും കേരളത്തിന്റെ അടുത്ത 5 വർഷക്കാലത്തെ ഭാവിയെ കുറിച്ച്, സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കൃത്യമായ രൂപരേഖ ഇപ്പൊ പ്രസംഗിക്കാൻ ആർക്കും പറ്റും.
ഇപ്പൊ സ്കൂളിൽ കുട്ടികൾക്ക് 5 മിനിറ്റ് പ്രസംഗത്തിന് ഒരു വിഷയം കൊടുത്താൽ ആ കുട്ടി 5 മിനിറ്റ് കാണാതെ പഠിച്ച് വാചാലമായി ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കും. അതിൽ ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുക, ഫസ്റ്റിലേക്ക് വരിക. അപ്പൊ വാചികമായി പ്രസംഗിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്നുള്ളത്, പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് അയാൾക്ക് ആ പ്രസംഗിക്കുന്ന വിഷയത്തോട് ഒരു ഉത്തരവാദിത്വം പുലർത്തേണ്ട കാര്യമില്ല. കാരണം അതിന്റെ പ്രകടനത്തിനാണ്, ആ പ്രസംഗം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് കിട്ടും, അതിന് സമ്മാനം കിട്ടും. താൻ പ്രയോഗിച്ച വാക്കിനോ ആശയത്തിനോടോ യാതൊരു മമതയോ ഉത്തരവാദിത്വമോ പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കില്ല? ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കില്ല, വ്യക്തിക്കില്ല. ഏതാണ്ട് അതേ രൂപത്തിലാണ് കേരളത്തിലെ UDFും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ഇന്ന് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 5 വർഷം എന്ത് ചെയ്യുന്നില്ല. മറിച്ച് ഇലക്ഷന്റെ തൊട്ട് 2 ആഴ്ചയ്ക്ക് മുൻപ് ഞങ്ങൾ 5 ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കും. ഇതാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള ഉറപ്പ്. അപ്പൊ അതില് പറഞ്ഞത് സ്ത്രീകൾക്ക്, അത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി വീട് വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞത്, സ്ത്രീകളെയും അവിടുത്തെ കുടുംബാംഗങ്ങളെയും ഒക്കെ നിർത്തി നിങ്ങൾക്ക് KSRTC ബസ്സിൽ കേരളത്തിൽ ഇവിടെയും സഞ്ചരിക്കാം, എന്താണ് തീർത്ഥാടന യാത്ര പോവാം, ടൂറ് പോവാം, അപ്പൊ എവിടെയൊക്കെ പോവാം. ചില സിനിമകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതാണ്ട് ആ രീതിയിൽ പറഞ്ഞു. ജനങ്ങൾ എനിക്ക് തോന്നുന്നു വലിയൊരു എന്തോ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അപ്പൊ അത് കൊള്ളാലോ, അങ്ങനെ ഉണ്ടാവും, നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ച് പോയാൽ. അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത് പറഞ്ഞു. മറ്റൊന്ന്, 3000 രൂപ പെൻഷനാക്കും. ഇപ്പൊ ഞാനൊക്കെ അന്ന് ഇലക്ഷന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വീടുകളൊക്കെ കയറി ഇടതുപക്ഷത്തിന്റെ ആശയം ഞങ്ങൾ അടുത്ത ഒരു 5 വർഷവും കിട്ടിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള വളരെ കൃത്യമായി പഠിച്ച തയ്യാറാക്കിയ LDF മാനിഫെസ്റ്റോ മറ്റു ആളുകളുമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോ ഇവര് എന്നോട് തിരിച്ചു ചോദിച്ചത്, ഇപ്പൊ 2000 അല്ലേ തരണുള്ളൂ, അവര് 3000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെ കൊടുത്ത ഒരു അനുഭവം അല്ലെങ്കിൽ UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചൊരു അനുഭവം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞു അതില്ല, മുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു മെമ്മറി, ഒരു ഷോർട്ട് ടേം മെമ്മറിയാണ്. കഴിഞ്ഞല്ലോ, ഇനി ഇവര് പറയല്ലേ, ചിലപ്പോ തന്നാലോ, ഇപ്പൊ 2000 അല്ലേ ഉള്ളൂ, 3000 കിട്ടിയാലോ. അപ്പൊ അങ്ങനെ വിചാരിച്ച കുറെ മനുഷ്യരുണ്ട്. മാധ്യമങ്ങളും ഇങ്ങനെ തള്ളി മറക്കുകയായിരുന്നല്ലോ. അതെ 3000 കൊടുക്കാൻ പോകുന്നു പറയാണ്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ഇവിടെ വന്നിട്ട് വലിയ പ്രചരണമല്ല. അവർക്കൊക്കെ കിട്ടുന്ന ഒരു മാധ്യമ പരിഗണനയും പ്രത്യേകമായൊരു അധികാരാവകാശങ്ങളും എന്ന് പറഞ്ഞാൽ അവർക്ക് ജന്മന അവരൊക്കെ ഇതിന്റെ മേൽത്തട്ടിൽ വരേണ്ട ആളുകളാണ്. ഏതാണ്ട് എപ്പോഴും രാജ്യം ഭരിക്കേണ്ട ആളുകളാണ്, ഒരു രാജപദവി അർഹിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ധാരണ പൊതുവെ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ അവർക്ക് സ്വയം സംരംഭം തുടങ്ങാൻ പലിശരഹിതമായിട്ട് വായ്പ കൊടുക്കും. ഇങ്ങനെ 4-5 കാര്യങ്ങൾ വലിയ കോലാഹലമായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ മകനൊക്കെ വന്ന് പറയുമായിരുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്റെ മകൻ പറയുമായിരുന്നു, അമ്മ ഇങ്ങനെ ഇതൊന്നും പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല. ഇതാ കണ്ട, ചെറുപ്പക്കാരുടെ വോട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ അവർക്ക് ആ വണ്ടിമേൽ എന്തെങ്കിലും ചെയ്യണം, വലിയ ശബ്ദം ഉണ്ടാക്കി പോകണം, അതിന്റെ മോഡലൊക്കെ അടിപൊളിയായിട്ട് മാറ്റണം. അപ്പൊ അതൊക്കെ കൊടുക്കാന്ന് ഇപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരെ കൂട്ടി ചെയ്യും. തീർച്ചയായും ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഒരു കളവല്ലേ, ഇല്ലേ? അല്ലേ? കള്ളം പറഞ്ഞ് മനുഷ്യനെ വിശ്വസിപ്പിച്ച്, കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ് ജനങ്ങളുടെ ഏറ്റവും പരമമായ അവകാശത്തെ കവർന്നെടുക്കുക. ആ കവർച്ചയാണ് UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. സത്യത്തിൽ ഈ എല്ലാവർക്കും ഒരു ധാർമ്മികത വേണം, അല്ലേ? എല്ലാ മനുഷ്യർക്കും വേണം. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വയം അവനവനോട് ഒരു ധാർമ്മികത വേണം. അവനവന്റെ മനസാക്ഷിയോട്, നമ്മൾ പറയാറുണ്ടല്ലോ, മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം, ചിന്തിക്കണം, പറയണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു സാമാന്യമായ ഒരു ഡിമാൻഡാണ്. ഒരു സമൂഹത്തിലൊരു അംഗം എന്നുള്ള നിലയ്ക്ക് ഒരു സോഷ്യൽ മൊറാലിറ്റി വേണം. ആ സോഷ്യൽ മൊറാലിറ്റിയിലാണ് നമ്മളെല്ലാവരും പരസ്പരം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, പരസ്പരം അംഗീകാരം അനുഭവിക്കുന്നത്, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നത്. ഈ സോഷ്യൽ മൊറാലിറ്റിയാണ്.
അത് കഴിഞ്ഞാൽ അതിനൊരു പടി കൂടി കടന്ന് ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി വേണം. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഏറ്റവും ആത്യന്തികമായി കൈകാര്യം ചെയ്ത് പോവേണ്ട വ്യക്തികൾ പൊതുപ്രവർത്തകരാണ്. അതെ. അതെന്തുകൊണ്ട് ജനങ്ങൾ അത്ര ഒരു ഡിമാൻഡ് വെക്കുന്നില്ല? ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നിയമത്തോട്, ജനങ്ങളോട്, അവനവനോട് തന്നെ അവനവന്റെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർ ആ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇത് കേൾക്കുന്നവർ അടിയിൽ വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചെയ്യണ്ടാവും. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാതിരിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക, പറയുന്ന കാര്യം ചെയ്യുക. ഇതൊക്കെ കുറെ കാര്യങ്ങൾ അത്തരത്തിലുണ്ട്. അപ്പോ പെരുമാറ്റത്തിലാവട്ടെ, പറയുന്ന കാര്യത്തിലുള്ള ഒരു ഇന്റഗ്രിറ്റി ആവട്ടെ, ഒരു സമഗ്രമായ കാര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഒരു എംപതറ്റിക് ആയിട്ട്. ഇപ്പോ സാധാരണ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ എപ്പോഴും പല വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എംപതറ്റിക് ആവണം, ഭരണം മറ്റുള്ളവരുടെ ഒരു കൺസേൺ ഉണ്ടാവണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം ഈ 5 ഗ്യാരണ്ടി മാത്രം എടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്? ഇല്ലേ? നിങ്ങൾക്ക് KSRTC ബസ്സിൽ സൗജന്യം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ഘട്ടം വന്നപ്പോ ഒരു പക്ഷെ കോൺഗ്രസ് കരുതിയിരുന്നില്ലേ ഭരണം കിട്ടുമെന്ന്? കിട്ടുമെന്ന് കരുതിയില്ലേ? പക്ഷെ അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാ ബസ്സുകളും, ഓർഡിനറി ബസ്സുകളൊക്കെ തന്നെ സിറ്റി ബസ്സാക്കി മാറ്റുന്നു, ഫാസ്റ്റ് പാസഞ്ചർ ആക്കി മാറ്റുന്നു, സൂപ്പർ ഫാസ്റ്റ് ആക്കി മാറ്റുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ, വിസ്മയം. ഇപ്പൊ ഇവിടെ പറവൂര് കുറച്ച് ബസ്സുകൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്, പുള്ളിയുടെ മണ്ഡലമാണല്ലോ. അപ്പോ അങ്ങനെ ചില തന്ത്രങ്ങൾ, ചില സ്ഥലത്തൊക്കെ ഇത് ഇല്ല. ഇനി അതെല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാനിവിടെ പറവൂർ ഒരു ബാങ്കിൽ ചെന്നപ്പോ, ബാങ്കിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പൊതുമേഖലാ ബാങ്കിൽ ചെന്നപ്പോ അവിടുത്തെ മാനേജർ ഇരുന്നോണ്ട് പറയാണ്, ഞാൻ ഇന്ന് പ്രിയദർശിനി ബസ്സിൽ സൗജന്യമായിട്ടാണ് യാത്ര ചെയ്ത് വന്നത്. സ്വാഭാവികമായിട്ടും ഈ എല്ലാ സൗജന്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ഈ രാജ്യത്തെ എല്ലാ പ്രകൃതി വിഭവങ്ങളും എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. ആ ഒരു തത്വശാസ്ത്രമാണ് ഇടതുപക്ഷ ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും അടിസ്ഥാനമായി ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്നത്. വലിയ അസമത്വം, ഇനിക്വാളിറ്റി എല്ലാ തരത്തിലും നിലനിൽക്കുന്നു. ഈ വിഭവങ്ങളുടെ വിതരണത്തിലാവട്ടെ, ജനങ്ങൾക്ക് ഈ തുല്യത അനുഭവിക്കുന്ന കാര്യത്തിലാവട്ടെ, വലിയ തരത്തിലുള്ള ഡിസ്പാരിറ്റി, ഇനിക്വാളിറ്റി ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മൾ ആരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ അസമത്വം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഭരണകർത്താക്കൾ കൂടുതലായി ഊന്നൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം എന്ത് ചെയ്തു, ഇപ്പോ 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് ആർക്ക് കൊടുക്കും? ഫസ്റ്റ് ഈ BPL ഫാമിലിയിൽപ്പെട്ട, BPL വരെ താഴേക്കുള്ള കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കും. എന്നാൽ APL ആർക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. അതെപ്പോ കൊടുക്കും? ഇവർക്കൊക്കെ കൊടുത്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോ അടുത്തതിലേക്ക് പോകും. അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് ഒരു കാര്യം നടപ്പിലാക്കണം. അതെങ്ങനെ നടപ്പിലാക്കണം? ശാസ്ത്രീയമായി നടപ്പിലാക്കണം. രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സ്ഥിതിവിശേഷം എങ്ങനെയാണ് എന്ന് പഠിച്ചിട്ട് നടപ്പിലാക്കാൻ താല്പര്യമെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആശയവുമാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. മറിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി, ഇലക്ഷന് ജയിക്കാൻ വേണ്ടി എല്ലാവർക്കും സൗജന്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CP ജോൺ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് വലിയ നഷ്ടത്തിലേക്ക്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് അവർക്ക് ഇതൊരു ഉപജീവന മാർഗമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. KSRTC തന്നെ ഏതാണ്ട് 22,000 സ്ഥിരം തൊഴിലാളികളുണ്ട്. അവരുടെ ശമ്പളം മുടങ്ങുന്നു. എംപാനൽ ജീവനക്കാരുണ്ട് 10,000 പേര്. അവരുടെ ശമ്പളം 2 മാസമായിട്ട് അവർക്ക് ശമ്പളമില്ല. പിരിച്ചുവിട്ടു. 200-ഓളം പേരുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. എന്ന് പറഞ്ഞാൽ UDFന്റെ കാലത്ത് കട്ടപ്പുറത്തായിരുന്ന KSRTCയെ അതിനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ പ്രത്യേക ബസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അവർക്ക് ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഉള്ള KSRTCയുടെ വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റത്തിന്റെ ഒക്കെ ഭാഗമായി, അതായത് ഇതൊരു നയമാണ്. KSRTC എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിനെ നഷ്ടത്തിലാണ്. അതിനെ എന്ത് ചെയ്താൽ അതിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇത് ആ മേഖലയെ കുറിച്ച് പഠിച്ച് ചെയ്തിട്ടുള്ള നിലപാടും കാര്യങ്ങളുമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തത്. അത് അതേ നിലനിൽക്കുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം വോട്ട് കിട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യം
മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ അല്പമെങ്കിലും നടപ്പാക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം UDF വന്നു ചേർന്നു. നടപ്പാക്കി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ വലിയ തോതിലുള്ള നഷ്ടം വരുന്നു. ഇപ്പോ അതിലൊരു ഉദാഹരണം നമുക്ക് ഈ ചെറിയ ഇരയെ കൊടുത്ത് വലിയ മീനെ പിടിക്കുന്ന ഒരു തന്ത്രം കൂടിയും അതിന്റെ അകത്തുണ്ട്. ഇപ്പൊ 8,000 കോടിയാണ് ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്രയിലൂടെ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടത്. 800 കോടി. പക്ഷേ ഈ സ്ത്രീകളൊന്നും അറിയാതെ 35 ലക്ഷം വരുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 3,300 കോടി രൂപയോളം വേണ്ടി വരും. അപ്പൊ 3,300 കോടി ചെലവഴിക്കേണ്ട സ്ഥാനത്ത് 800 കോടി കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം എടുത്തു. അതൊരു ട്രിക്കാണ്. ഒരു പക്ഷേ ഒരു വിജയമാണെന്ന് പറയാം. താൽക്കാലികമായി UDF വിജയിക്കാൻ അവരുടെ ഒരു തന്ത്രം അവർ പ്രയോഗിച്ചു, അത് അവർ വിജയിച്ചു. പക്ഷെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി അതിൻ്റെ അകത്തില്ല. അത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയോട്, രാജ്യത്തെ നിയമവാഴ്ചയോട്, ഭരണഘടനാ മൂല്യങ്ങളോട്, ജനങ്ങളോട് തന്നെ ആത്മാർത്ഥത ഇല്ലാത്തൊരു നിലപാടായിരുന്നു അക്കാര്യത്തിലുള്ളത്. ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു? 3,300 കോടി രൂപ കിട്ടേണ്ട ജനങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അത് ആ സ്ഥാനം നിന്നു. ഇപ്പുറത്ത് 800 കോടി ചെലവഴിച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നു. മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷപൂർവ്വം അത് പ്രചരിപ്പിക്കുന്നു. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ചെറിയ ഇരയിട്ട് വലിയ മത്സ്യത്തെ പിടിക്കുന്ന ഒരു തന്ത്രം ഈ കാര്യത്തിൽ വിജയിച്ചു. ഇനി 3,000 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ അത് മുടങ്ങി. അപ്പോ അവരുടെ 2 മാസമായിട്ട് അവർക്ക് പെൻഷൻ ഇല്ല. അപ്പൊ അതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. നഷ്ടപ്പെട്ടവർക്ക് കിട്ടാത്തവർ വീട്ടിൽ നിന്ന് പറയാനുണ്ടാവും, എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും. 3,000 രൂപയുടെ കാര്യം മുഖ്യമന്ത്രി ഇപ്പൊ മിണ്ടുന്നില്ല. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ക്യാബിനറ്റ്, ഇപ്പൊ ആശാവർക്കർമാരുടെ കാര്യമൊക്കെ പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാർക്ക് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതാണ് 3,000 രൂപ കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. അപ്പോ മറ്റൊന്ന്, കേരളം കടം കയറി മുടിയാണ്. അപ്പൊ അത് വലിയ തോതിൽ പ്രചരിപ്പിച്ചു. ഇപ്പൊ എല്ലായിടത്തും നമ്മൾ ചെന്ന് കഴിയുമ്പോ ആളുകൾ കേരളം വലിയ കടത്തിലല്ലേ, ശ്രീലങ്ക പോലെ വലിയ കടത്തിലല്ലേ, വലിയ കടമാണ്, കടം വെച്ച് മുടിച്ചു. അപ്പൊ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ നുണ പല രീതിയിൽ, പല ടെക്നോളജി ഉപയോഗിച്ച് പല ആവർത്തി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ജനങ്ങൾ വിശ്വസിച്ചു. വലിയൊരു വിഭാഗം വിശ്വസിച്ചു ശരിയാണ്, കടത്തിലാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ കടത്തിന്റെ കാര്യത്തിൽ ഒരു 15-16 സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളം. 1, 2, 3 സ്ഥാനം, 15 സ്ഥാനം വരെയും അവകാശപ്പെടാൻ കടത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോ അത് പരിഗണിക്കപ്പെടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കടത്തിന്റെ റേഷ്യോ നോക്കിയാൽ കേരളത്തിന്റെ ഇതേ സംസ്ഥാന ആഭ്യന്തര ഉൽപാദനവും കടത്തിന്റെ റേഷ്യോ നോക്കിയാൽ അതിന്റെ ഇരട്ടി, സംസ്ഥാനത്തിന്റെ റേഷ്യോക്കാൾ ഇരട്ടി കടം കേന്ദ്രത്തിനുണ്ട്. പക്ഷെ അതാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഇതിങ്ങനെ ഈ നുണ പടച്ചുവിടുന്നു. ഇത് UDF പറയുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ കടമാണ്, വലിയ കടമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ഖജനാവ് നിറയ്ക്കും. മറിച്ച് പത്രക്കാരോ മാധ്യമങ്ങളോ ചോദിക്കുന്നില്ല എങ്ങനെയാണ് നിറയ്ക്കാൻ പോകുന്നത്. അവസാനം അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടാക്സ് വർദ്ധിപ്പിക്കും, ഗോൾഡിൽ നിന്ന് കിട്ടുന്ന 10-22,000 രൂപ പിരിക്കും, വലിയ തോതിൽ ഞങ്ങൾ ഇത് ഇവിടെ പിരിക്കാത്ത പണങ്ങളുണ്ട്, അതൊക്കെ. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ടാക്സ് പിരിവിന്റെ കാര്യത്തിൽ 57 തുടങ്ങി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ടാക്സ് പിരിച്ച ഒരു ഗവൺമെന്റാണ്. ടാക്സ് വർദ്ധിപ്പിച്ചതല്ല, നിലവിലുള്ള ടാക്സ് റേഷ്യോ തന്നെ പിരിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി അടക്കും ചിട്ടയോടും കൂടി പിരിച്ചെടുക്കാൻ ശ്രദ്ധ ചെലുത്തിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1,00,000 കോടിയോളം രൂപ നമുക്ക് കിട്ടാനുണ്ട്. ആ കിട്ടാൻ ന്യായമായും ഭരണഘടനാപരമായി കിട്ടേണ്ടത്, അത് കിട്ടാത്ത സാഹചര്യത്തിൽ പോലും ഇവിടത്തെ വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പരിക്കില്ലാതെ കൊണ്ടുപോയി, അല്ലെങ്കിൽ മുടക്കമില്ലാതെ കൊണ്ടുപോയി. അതെങ്ങനെ കഴിഞ്ഞു? അത് ഈ കൃത്യമായ ടാക്സ് പിരിവിലൂടെ ഒരു പരിധി വരെ അതാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കടമെടുത്ത് ബഡ്ജറ്റിന് പുറത്ത്, അതാണ് കിഫ്ബി. ഈ കിഫ്ബി ഇപ്പൊ പറയണ്ടല്ലോ, കിഫ്ബി വേണ്ട എന്നുള്ളൊരു നിലപാട് ആദ്യം പറഞ്ഞു. കിഫ്ബി വേണ്ട എന്ന് പറയുമ്പോ അതിൽ ആശങ്കപ്പെടുന്നവര് ഇടതുപക്ഷം മാത്രമല്ല,
കേരളത്തിലെ ജനങ്ങൾ മൊത്തമാണ്. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇനി കുറച്ചുകൂടി ഉണ്ട്. അതാത് മണ്ഡലങ്ങളിൽ MLA മാർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ഇതൊക്കെ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോ അത് ഇപ്പൊ വേണ്ട എന്ന് വെച്ചാൽ പകരം എന്താണ്? പകരം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഗവൺമെന്റ് ഭരിക്കാൻ കയറിയാൽ ഇവിടെ ഒന്നും ഇല്ലാട്ടോ എന്ന് പറയാനുള്ള ഒരു ഗവൺമെന്റ്. ഇപ്പൊ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? മഴയില്ലാട്ടോ, അതുകൊണ്ട് കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്തത് കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ല ഒരു ഭരണം. മറിച്ച് ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും, ജനങ്ങളുടെ ജീവിതത്തെ ഇന്നലത്തേക്കാൾ മോശപ്പെടുത്താതെ എന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ഓരോ പ്രതിസന്ധിയെയും, അത് ചിലപ്പോ പ്രകൃതി ദുരന്തങ്ങളാവാം, കാലാവസ്ഥ വ്യതിയാനങ്ങളാവാം, അല്ലെങ്കിൽ ധനപ്രതിസന്ധിയാകാം, ഈ പ്രതിസന്ധികളെ എങ്ങനെ ഭരണ ശേഷി ഉപയോഗിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഉപയോഗിച്ച് മറികടക്കാം. അതാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം കാണിച്ചു കൊടുത്തത്, ഇല്ലേ? ഇപ്പോ ഉദാഹരണത്തിന് ഇന്നലെ മാധ്യമങ്ങളോട് പത്രസമ്മേളനം, ഇന്നലെ ബുധനാഴ്ച ആയിരുന്നല്ലോ, അപ്പൊ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അദ്ദേഹം ജനാധിപത്യത്തോട് എന്ത് നിലപാടെടുക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊക്കെ വെച്ചുണ്ടാക്കി ഉണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ചില് അങ്ങോട്ട് തരും, അന്നേരം കഴിച്ചാൽ മതി. ഇതാണ് സാധാരണ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പത്രസമ്മേളനം. അവര് ചോദിച്ചു, ഒരു സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു വാക്കാണ്, അതിൽ നടപടിയെടുക്കും, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടി എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ ആദ്യം തീരുമാനിക്കും, പത്രക്കാരെ വിളിച്ച് കാര്യം പറയും, പറഞ്ഞാ മതി. ഏതെങ്കിലും ഒരു മാധ്യമം ഈ മുഖ്യമന്ത്രി ഇത്ര ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്നു, പിന്നെ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കും, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് അപ്പുറത്തിരിക്കുന്നവരും മനുഷ്യരാണ്, പത്രപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരും ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അന്തസ്സോടുകൂടി ജീവിക്കാൻ അധികാരമുള്ള മനുഷ്യരാണ്. അവരൊരു പക്ഷെ അവരുടെ തൊഴിലിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം. ആ മാധ്യമ പ്രവർത്തനം കേവലം തൊഴിൽ മാത്രമല്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ തീരുമാനിക്കും, ആ തീരുമാനം നിങ്ങളെ അറിയിക്കും, പറഞ്ഞാൽ മതി, ഇപ്പൊ ഒന്നും തിരിച്ചു ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ മാധ്യമങ്ങൾ. 4ാം തൂണ് എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് എന്ന് നമുക്കറിയാലോ. അപ്പോ ഈ നിയമത്തിൽ പരിജ്ഞാനമുള്ള ഒരു മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ 4ാം തൂണാണ്. ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുകയും ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ഇങ്ങനെ നിലനിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് വലിയ അവജ്ഞയോടുകൂടി, പരിഹാസത്തോടുകൂടി, പുച്ഛത്തോടുകൂടി ഉള്ള സമീപനം. ഏറ്റവും ഉദാഹരണം, ഞാനിപ്പോ ഇന്നലെ അത് ഇരുന്ന് കാണുകയായിരുന്നു, ചോദിക്കുന്നവരോടൊക്കെ കയർത്ത് സംസാരിക്കുക. അതായത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ അത് ഇന്ന ആളെന്നൊന്നുമില്ല, അവരോട് തട്ടിക്കയറുക. പിന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ അവര് ഇദ്ദേഹത്തെ സുഖിപ്പിച്ചാണല്ലോ ചോദിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചോദ്യം ചോദിച്ചാൽ, ഇപ്പോ ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിച്ചത് അദാനിയുമായി ഉള്ള ഡീല്, വിഴിഞ്ഞം വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത നിമിഷം മുതൽ, എനിക്ക് തോന്നുന്നു അതിന്റെ തൊട്ട് തലേ ദിവസം തുടങ്ങി, ഇദ്ദേഹം പ്രത്യേക ചാർട്ട് ചെയ്ത വിമാനത്തിൽ മംഗലാപുരം പോകുന്നു. അവിടെ അദാനിയുമായി ബന്ധപ്പെട്ട വ്യക്തിയുമായി ഫോട്ടോ എടുത്ത് നമ്മളൊക്കെ കണ്ടു. അപ്പൊ അന്നു മുതൽ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് അദാനിയുമായിട്ടുള്ള ബന്ധം? അതിനുശേഷമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ, ധനകാര്യം, നിയമം, തുറമുഖം, പ്രധാന വകുപ്പുകൾ എടുക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അദാനിയുടെ ഷെയറിൽ നിന്ന് 49% മറിച്ചു വിൽക്കുന്നു. അപ്പൊ ഈ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് മൂകാംബി ദേവിയെ തൊഴാൻ പൊക്കൂടെ, എന്റെ വിശ്വാസത്തെ നിങ്ങൾ അംഗീകരിക്കണ്ടേ? അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തെ വളരെ തന്ത്രപൂർവം, ഒരു ശൃഗാല തന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു കുറുക്കന്റെ തന്ത്രം, ആ തന്ത്രം ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായി വളരെ നിഷ്പക്ഷമായി, നിർവ്യാജമായി മാധ്യമത്തെ നിരീക്ഷിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചത് വളരെ നിഷ്കളങ്കമല്ലേ, ശരിയല്ലേ? അദ്ദേഹത്തിന് മൂകാംബി ദേവിയെ തൊഴാൻ പോകാനുള്ള അവകാശം ഇന്ത്യയിലില്ലേ
യഥാർത്ഥത്തിൽ അതാണോ ചോദിക്കുന്നത്? അതല്ല ചോദിച്ചത്. ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ആരാധനാലയത്തിൽ പോകണം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു അവകാശമാണ്. മറിച്ച് ഒരു വ്യക്തിപരമായി ഇപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ 95 മുതൽ 96 മുതൽ അവിടെ പോവുകയാണ്. ഒരുപക്ഷെ 96 അദ്ദേഹം ഇങ്ങനെ പോയിട്ടുണ്ട്, ആര് പോയിട്ടുണ്ട്, ഇദ്ദേഹം എവിടെ പോയി, ആരുടെ കൂടെ പോയി എന്നൊന്നും ഒരാളും ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ അധികാരത്തിലൊന്നും ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനായിരിക്കാം ആ സമയത്ത്. അത്ര ഉത്തരവാദിത്വം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത്രേ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. മറിച്ച് MLA ആയി നിൽക്കുന്ന സമയത്തും അദ്ദേഹം പോയിട്ടുണ്ട്, അപ്പോഴും ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ അന്നേരം ഒരു പക്ഷേ ചാർട്ട് ചെയ്ത വിമാനം അദ്ദേഹത്തിന് കിട്ടിയിട്ട് കാണില്ല. കാരണം എന്താ? ഒരു സ്പെഷ്യൽ പ്രിവിലേജ് അദ്ദേഹത്തിന് ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന് പ്രത്യേകമായി ചാർട്ട് ചെയ്ത് വിമാനം കൊടുക്കാൻ ആരും മെനക്കെടില്ല. കാരണം ഇദ്ദേഹത്തിന് റിട്ടേൺ ഒരു കാര്യം അങ്ങോട്ട് ചെയ്താൽ അതിന്റെ ഇരട്ടിയോ അതിലിരട്ടിയോ റിട്ടേൺ തിരിച്ചു കിട്ടും എന്ന ബോധ്യത്തിലാണല്ലോ വീണ്ടും ചെയ്യുള്ളൂ. അപ്പൊ അന്നേരം ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ സ്ഥിതി? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇദ്ദേഹം ആകും എന്ന് വലിയ തോതിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്. മാത്രമല്ല, അതിനുശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇദ്ദേഹം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്ത ആ ആരാണോ, അദാനിയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളോ, അവര് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പും ഇദ്ദേഹം എടുക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ ഓഹരികൾ വിൽക്കപ്പെടുന്നു. അപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ആ ചോദ്യത്തിന് മറ്റൊരു തന്ത്രം ഉപയോഗിച്ച് മുങ്ങിക്കളയാം എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല അത്. ഈ അടുത്ത 5 വർഷവും അത് കഴിഞ്ഞും ഇദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്തിനു പോയി? നിങ്ങൾക്ക് മൂകാംബി ദേവിയെയോ ഗുരുവായൂരപ്പനെയോ ഒക്കെ ദർശിക്കാനും ഒക്കെ പോകാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റി കാണിക്കണം, പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. കാരണം നിങ്ങൾ ഇപ്പോ അനുഭവിക്കുന്ന ഒരു അധികാരം ഉണ്ടല്ലോ. ഇപ്പോ മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് ഒരു പ്രത്യേക അധികാരം, കേരളത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അടിമുടി ഈ സമൂഹത്തിന്റെ സംഭാവനയാണ്, അല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ജോലി എടുത്തിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. കാരണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ റെസ്പോൺസിബിൾ ആണ് ആര്? പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡാണ്, പൊതുനന്മയാണ്. പൊതുനന്മ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് കണ്ട് കേട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ആ ഇരിക്കുന്നത് ഈ ജനങ്ങളുടെ തലയിലാണ്, അല്ലെങ്കിൽ ഷോൾഡറിലാണ്. അവരെടുത്തു വെച്ചതാണ്. മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് ഈ ജനങ്ങൾ തോളേറ്റിയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇരിക്കുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പവറും, നിങ്ങൾ വാങ്ങുന്ന റെമ്യൂണറേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രിവിലേജും, ആ പ്രിവിലേജും ഒക്കെ എങ്ങനെയാണ്? ജനങ്ങളോട് കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ പുറത്താണ് നിങ്ങൾ ആൻസറബിൾ ആണ്. ഈ ജനങ്ങളോട് നിങ്ങൾ ആൻസറബിൾ ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിങ്ങൾ ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം. ആ മറുപടി കേരളത്തിൽ ഇപ്പൊ 3.25 കോടി അല്ലെങ്കിൽ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് വന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതിനാണ് മാധ്യമങ്ങൾ. അതിന് കൃത്യമായ മറുപടി പറയാത്തത് എന്തേ? ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഓരോ കാര്യം ചോദിച്ചാൽ ഇപ്പോ ഒരു 2 ആഴ്ച മുൻപാണ് എം സ്വരാജ് മാധ്യമവുമായി സംവദിക്കുന്ന സമയത്ത് ഒരു ലേഡി മാധ്യമ പ്രവർത്തക ഏഷ്യാനെറ്റിന്റെ കുത്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയും, അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, വീണ്ടും മറുപടി പറയും. അവർക്കും മറുപടി കിട്ടിയിട്ട് തൃപ്തിയല്ല. ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിന് തിരിച്ചൊരു മറുപടി, ആ മറുപടിക്ക് ഒരു യുക്തി ഉണ്ടാവണം, അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവണം, അല്ലേ? ഇത് ഒരു യുക്തിയുമില്ല, ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഇല്ലാതെ കുറെ കാര്യങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഒരു തന്ത്രം. അപ്പോ അതെത്ര കാലം ഇദ്ദേഹത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും? പിന്നെ രാഷ്ട്രീയ നിയമനങ്ങളുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അത് ശ്രീ സ്വരാജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കോൺഗ്രസ് ആണ് ഇവിടെ രാഷ്ട്രീയമായി ജയിച്ചിട്ടുള്ളത്, പക്ഷെ ഭരിക്കുന്നത്, അതിന്റെ ഭരണത്തിന്റെ ഫലം അനുഭവിക്കുന്നത് RSSഉം BJPയുമാണ്. അതുകൊണ്ടാണ് നയപ്രഖ്യാപനം കഴിഞ്ഞു കഴിഞ്ഞപ്പോ, ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ
BJP നേതാവും MLA-യുമായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ നയമാണ്, അതെ, ഞങ്ങളുടെ പോളിസിയാണ്. രാജീവ് ചന്ദ്രശേഖർ അത് തുറന്നടിച്ചു പറഞ്ഞു. ഇനി നോക്കൂ, ഇദ്ദേഹം ഭരണഘടനാപരമായി കാര്യങ്ങൾ അറിയുന്ന ആളാണ്. ഇദ്ദേഹം പറയുന്നത് ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ്. നെഹ്റു എന്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? നെഹ്റുവിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തിന്റെ നയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 57 ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു, അതിനൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ നെഹ്റു ഒരു എന്താ പറയാ സയന്റിഫിക് ടെമ്പറുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ സോമനാഥ ക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റിനോട് പറഞ്ഞത്, നിങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അവിടേക്ക് പോകരുത്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലിയർ കട്ടായിട്ടുള്ള പൊസിഷൻ എടുത്ത ഒരു മനുഷ്യനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു. ഇദ്ദേഹം പറയുന്നത് ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ്. നോക്കൂ, കേരളത്തിൽ 57 മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള മന്ത്രിസഭകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ കാണാത്ത വിധത്തിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങല്ലേ തിരുവനന്തപുരം സാക്ഷിയായത് അല്ലേ? വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുകയാണ്. വന്ദേ മാതരം ഒരു 4-6 വരികൾ മാത്രം ചൊല്ലാം എന്ന് തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സെഷനിലാണ്. നെഹ്റുവാണ് അതിന്റെ ഒരു നിർദ്ദേശം. നെഹ്റു അടക്കമുള്ള പുരോഗമനവാദികളായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾ, മതനിരപേക്ഷ രാജ്യമാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് എടുക്കണം എന്ന് തീരുമാനിച്ചത് നെഹ്റു അടക്കമുള്ള നേതൃത്വമാണ്. ആ നേതൃത്വം എന്താ പറഞ്ഞാൽ 6 വരി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ദൈവത്തെ പരാമർശിക്കുന്ന സ്തുതിക്കുന്ന സ്തുതിപ്പുകളാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ മതക്കാരും അല്ലെങ്കിൽ മതവിശ്വാസികളല്ലാത്തവരും ഉള്ള ഒരു രാജ്യമായി നമ്മൾ സ്വയം അംഗീകരിക്കുകയാണ് അല്ലെ? ഭരണഘടന നമ്മൾ സ്വയം അംഗീകരിക്കുകയാണ്, ആരും അടിച്ചേൽപ്പിച്ചതല്ല. ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. ഇനി മതനിരപേക്ഷത ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ RSSകാരും BJP ഒക്കെ പറയുന്നത് മതനിരപേക്ഷത ഇടക്കി വെച്ച് ഭേദഗതി ചെയ്ത് കയറ്റിയതാണ്. എങ്കിൽ പോലും ഭരണഘടനയുടെ 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം. ഈ സമത്വം എന്ന് പറഞ്ഞാൽ എന്താ? സമത്വവും സ്വാതന്ത്ര്യവും ഇത് രണ്ടും ഒരുമിച്ചേ നിലനിൽക്കുള്ളൂ. സമത്വം ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ സമത്വം ഉണ്ടാവില്ല. അപ്പോ ആ സമത്വവും സ്വാതന്ത്ര്യവും അംഗീകരിച്ചാൽ തന്നെ പൊതു ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു പരിപാടിക്കകത്ത് ഏതെങ്കിലും ഒരു ദൈവത്തെയോ മതത്തെയോ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കടന്നു വരാനേ പാടില്ല. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത്, എനിക്ക് തോന്നുന്നു BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ഇത്രയ്ക്ക് തീവ്രമായി അത് മുഖ്യമന്ത്രി അടക്കം നിന്ന് ചൊല്ലുകയാണ്, ഈ പൂർണ്ണമായി ചൊല്ലുകയാണ്. ഇത് ചൊല്ലണമെന്ന് ശാഠ്യം പിടിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ഗവർണർമാർ വിചാരിച്ചിട്ട് ഇവിടെ നടന്നില്ല. നടക്കാത്തൊരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു, നടത്തിച്ചിട്ടില്ല. പക്ഷെ അത് ഈ കേരളത്തിൽ നടന്നു. അത് ശ്രീ സതീശന്റെ ചടങ്ങ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസം നമ്മൾ കണ്ടതാ. വിമർശനം വരുമ്പോ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. അതെ, പത്രക്കാർ ചോദിച്ചല്ലോ എന്താണ് അങ്ങനെ സംഭവിച്ചത്, ഇതുവരെയായിട്ടും അങ്ങനെ ചോദിച്ചല്ലോ. അതെനിക്കറിയില്ലായിരുന്നു. അതവിടെ നിന്ന് ചൊല്ലിയപ്പോഴാണ് ഞാനും കേട്ടത്. അപ്പോ ആദ്യത്തെ ഒരു അനുഭവം അപ്പൊ ചിലപ്പോ ശരിയായിരിക്കും. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോ അതങ്ങനെയാണോ, അത് ഞാൻ അറിഞ്ഞില്ല. നിരവധി സംഭവങ്ങൾ നയപ്രഖ്യാപന വേളയിലും കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം മിണ്ടിയില്ല. അതിലും നമുക്ക് ലക്ഷം കോടിയോളം രൂപ നഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല, അതിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞത്, അതായത് കേന്ദ്രമായിട്ട് അങ്ങനെ ഗുസ്തി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഇത്തരത്തിൽ ഓരോ കാര്യം, ഇപ്പോ അദാനി ഷെയർ വിറ്റു പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്തിനാണാവോ ഈ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് പറയുന്നത്? പിന്നെ ആരറിയും? ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട അല്ലെങ്കിൽ ധനപരമായ രാഷ്ട്രീയമായ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അതായത് മുഖ്യമന്ത്രി വരെയും പങ്കെടുക്കുന്ന ചടങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് അറിയുക? മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നാണ്. അപ്പൊ പച്ചക്കള്ളവും കളവും യാതൊരു ഒരു ഇല്ലാതെ, ഉളുപ്പെന്ന് പറയണില്ല, മര്യാദയുമില്ലാതെ, ഒരു മര്യാദ അല്പം വേണം. പൊതുപ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഒരു മര്യാദയും ഇല്ലാതെ പറയുക, അത് ചോദ്യം ചെയ്യുന്നവരോട് തർക്കിക്കുക, അവരോടൊക്കെ എന്തോ ഒരു സ്പീഡ് ഏഴാങ്കൂലികളെ പോലെ അവരെ കാണുക, ഇങ്ങനെയുള്ളൊരു നിലപാട് ഇദ്ദേഹം എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം
ഒരു പോർച്ചുഗീസുകാരനും ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. ഒരു പോർച്ചുഗീസുകാരൻ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഒരു ആഫ്രിക്കക്കാരനും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി എന്ന് ധാരണയിൽ ഈ ആഫ്രിക്കക്കാരൻ നിന്നു. ഫിനിഷിംഗ് ആയി. അപ്പോ ഈ പോർച്ചുഗീസുകാരൻ പുറകിലെ ഓടി വരികയാണ്. അയാൾ പറഞ്ഞു ഇത് ആയിട്ടില്ല. പക്ഷേ ഈ സ്പാനിഷ് ഭാഷയിൽ പറയുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് ഇദ്ദേഹം ഓടുന്നില്ല. അപ്പൊ ഇയാൾ പുറകിലാണ്. അപ്പോ ഇദ്ദേഹം എന്ത് വെച്ചാൽ പറഞ്ഞിട്ട് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് ഇദ്ദേഹം വീണ്ടും അത് ക്രോസ് ചെയ്യുന്നില്ല. ഈ ഫിനിഷിംഗ് പോയിന്റ് ക്രോസ് ചെയ്യുന്നില്ല. അപ്പൊ ഇദ്ദേഹം പുറകെ നിന്ന് തള്ളുകയാണ്. തള്ളി ഇയാളെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ തന്നെ വിജയിച്ചു. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് ഓടിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അർഹിക്കാത്തൊരു വിജയം, അത് ഞാൻ വിജയിച്ചു എന്ന് പറയാൻ, അർഹിക്കാത്തൊരു വിജയം ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സത്യത്തിൽ കേരളത്തിൽ അർഹിക്കാത്തൊരു വിജയമാണ് കോൺഗ്രസ് നേടിയിട്ടുള്ളത്, UDF നേടിയിട്ടുള്ളത്. ഒരുപക്ഷെ ശ്രീ സ്വരാജ് പറഞ്ഞു അർഹിക്കാത്തൊരു പരാജയമാണ് ഇടതുപക്ഷം ഏറ്റുവാങ്ങിയതെന്ന്. ഈ 50 ദിവസത്തോളം കഴിയുമ്പോ കേരളത്തിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്, ഇത് അർഹിക്കാത്ത വിജയമാണ്. കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, അപവാദം പ്രചരിപ്പിച്ച്, കളവായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന്, തെറ്റായ വാഗ്ദാനങ്ങൾ, മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് നേടിയിട്ടുള്ള അനർഹമായ വിജയം. ആ വിജയത്തേരിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഭരണവുമായി ബന്ധപ്പെട്ട് കാര്യമായ ചോദ്യങ്ങളിലേക്ക്, ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അപ്പപ്പെടും. അങ്ങനെ പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ദേഷ്യപ്പെടുക, കയർക്കുക, അവരെ മോശം പറയുക, ഇതൊരു തന്ത്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ സ്വീകരിച്ചിരിക്കുകയാണ്. അവസാനം KSUവിന്റെ നേതാവ് പറഞ്ഞല്ലോ, ഞങ്ങളെ ഒന്ന് കാണാൻ പോലും ഒരവസരം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ശ്രീ സുകുമാരൻ നായർ പറഞ്ഞു, ഞാൻ വിളിച്ചിരുന്നു, കാണാമെന്ന് പറഞ്ഞു, പക്ഷെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ, അദ്ദേഹത്തെ ഞാൻ എപ്പോഴും കാണും, ഒരു കുഴപ്പമില്ല, കാണലെന്താ, ഞാൻ വിളിച്ചിരുന്നു. ഇതൊക്കെ പറയുന്നത് വളരെ പെരും നുണ, യാതൊരു മര്യാദയും ഇല്ലാതെ, എന്താ പറയാ, ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഒരു അംശം പോലും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. അതായത് മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയാണ്. വലിയൊരു വിഷയത്തെ, ഗൗരവത്തിലുള്ള ഒരു വിഷയത്തെ കൊണ്ടുവരുമ്പോ അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണ രംഗത്ത് അല്ലെങ്കിൽ ഓഫീസുകളിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലൊക്കെ കയറാതിരുന്ന ചില വിഭാഗങ്ങൾ അവിടെ കയറി കൂടിയിട്ടുണ്ട്. ഒന്ന് മറുനാടൻ മലയാളി, അല്ലേ? ഈ UDFന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും കൗശലങ്ങളും നുണയും വ്യക്തിഹത്യയും ഒക്കെ കൊണ്ട് നിറച്ച ഒരു ചാനൽ മാധ്യമ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു, വലിയ അത് നമ്മുടെ മാധ്യമ. അതുപോലെ തന്നെ കേരളത്തിൽ സാമുദായിക സംഘടനകളുണ്ട്, പലവിധ ക്രിസ്ത്യൻ സമുദായ സംഘടനകളുണ്ട്, മുസ്ലിം സമുദായ സംഘടനകളുണ്ട്, ഹൈന്ദവ സമുദായ സംഘടനകളുണ്ട്. ആ സാമുദായിക സംഘടനകളിൽ നമുക്ക് എതിർപ്പ് പറയേണ്ട ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള രാജ്യത്തിന്റെ വളർച്ചയുടെ പ്രവർത്തനങ്ങളുടെ ശക്തി പകരുന്ന വിധത്തിൽ അതാത് മേഖലയിലുള്ള വിഭാഗത്തെ കുറെ കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, ആ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. പക്ഷെ ഇതല്ല. ഇപ്പൊ ശശികല എന്ന് പറയുന്ന ആ സ്ത്രീ അടക്കമുള്ളവർ വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീ, അതായത് മറ്റ് മതവിഭാഗക്കാര് അല്ലെങ്കിൽ മറ്റ് മതം കൈകാര്യം ചെയ്യുന്നവരെ, വിശ്വസിക്കുന്നവരെ, അവരുടെ ഉപജീവന മാർഗത്തെ പോലും, ഇപ്പൊ അമ്പലങ്ങളുടെ പരിസരത്ത് മുസ്ലിങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അവരത് പണം അടിച്ചു കൊണ്ടുപോവുകയാണ്. ശബരിമലയിലെ പണം കൊണ്ടുപോകുന്നു. അങ്ങനെ വ്യാജ പ്രചരണങ്ങളിലൂടെ കേരളത്തിലെ, ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള എല്ലാ വാക്കുകളും പ്രസരിപ്പിക്കുന്ന ഈ വ്യക്തിയടക്കം മുഖ്യമന്ത്രിയുടെ വലിയ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സ്വീകരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രി വരുമ്പോ അവർക്കെന്താ കണ്ടാൽ, അവർക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് ഇദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, ശരിയാണല്ലോ, എന്താ കുഴപ്പം, അവരും ഈ രാജ്യത്തെ ആളുകളല്ലേ, അവരെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കാണണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, കാണേണ്ടതാണല്ലോ. അപ്പോ
ഇതിലൊന്നും തെറ്റില്ല, ഇതൊക്കെ കുഴപ്പമില്ല. എന്തുകൊണ്ട് ചില നിലപാടുകൾ ഇടതുപക്ഷം എടുത്തു? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയമായി രണ്ട് നിലപാടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. രാവും പകലും പോലെ വ്യത്യസ്തമായ രണ്ട് നിലപാടുകൾ. ഒന്ന്, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം പ്രധാനമായും, അതായത് മാനവികതയാണ്, ഹ്യൂമാനിറ്റിയാണ്. എല്ലാ മനുഷ്യരെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയ വ്യത്യസ്തതകൾക്കും സാമ്പത്തിക വ്യത്യസ്തതകൾക്കും ഉപരിയായി കാണാനുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ ആ കഴിവ് വളർത്തുക എന്നുള്ളതാണ് ആ ആശയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായി, മാനവികതയ്ക്കെതിരായി, മതനിരപേക്ഷതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും, ആ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തിനാവില്ല. ഒരുപക്ഷെ അവരെ പറഞ്ഞ് തിരുത്തിക്കാൻ ശ്രമിച്ചിട്ടും അവരത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു പക്ഷേ അവർക്കെതിരെ തർക്കിക്കേണ്ടി വരും, നിലപാടെടുക്കേണ്ടി വരും. അതാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷം ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരം വർഗീയവാദികളൊക്കെ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങാൻ ഭയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടാതിരുന്നത്. അതൊരു നിലപാടിന്റെ ഭാഗമാണ്. കാരണം ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്, എല്ലാ മനുഷ്യരും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ഇടമാണ്. അങ്ങനെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി നിലനിർത്തേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. കൂടാതെ ആ രാഷ്ട്രീയ നേതാക്കൾ ഒരു സ്റ്റേറ്റിന്റെ ലീഡർഷിപ്പിലേക്ക് വന്നാൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം ആരോടാണ് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഒന്ന്, ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളോടാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും അവരുടെ ആ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള പൊസിഷനിലെ അടിമുടി ഈ നിലപാട് അവരെടുക്കണം. എടുത്തില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നത് ഭരണഘടനയാണ്, അവർ തകർക്കുന്നത് ഭരണഘടനയെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇവർക്ക് കഴിയാത്തതെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാട് രാജ്യത്തെക്കുറിച്ച് നെഹ്റു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, ഈവൻ അവർക്ക് അങ്ങനെയെങ്കിലും ചിന്തിക്കാമല്ലോ. അപ്പോ അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മറ്റ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഇപ്പൊ PM ശ്രീ അറബിക്കടലിൽ എറിയുന്നാണോ പറഞ്ഞത്? PM ശ്രീ കെ എം ഷാജി മിനിസ്റ്റർ ആകുന്നതിന് മുൻപ് പറഞ്ഞത്, നിങ്ങൾ എനിക്കോട്ട് തരൂ. എത്ര വൈകാരികമായിട്ടാണ്, തീവ്രമായിട്ടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പൊ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ചാൽ വർഗീയതയെ ഉയർത്തുന്ന അല്ലെങ്കിൽ ഇത്തരം BJP RSS നയങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന ഈ PM ശ്രീ അറബിക്കടലിൽ എറിയും. ഇല്ലേ? എന്താ പറഞ്ഞ, അത് കഴിഞ്ഞപ്പോ എന്താ ചോദിച്ചേ? അത് കഴിഞ്ഞപ്പോ ഒരു സിനിമയില് ഇന്നസെന്റ് ഇല്ലേ, ഞാൻ ഒരു കാറ് വാങ്ങും. ആ സിനിമ ഏതാണെന്ന് ഓർക്കണ്ടോ? കാറ് വാങ്ങി, ഒരു കോണ്ടസ് ആ കാറ് വാങ്ങി, ഞാൻ എന്റെ ആ കാറിൽ വരും, കുറെ ആളുകൾ എന്റെ വീട്ടിൽ വേലക്ക് നിർത്തും എന്ന് പറഞ്ഞു കിലുക്കത്തില്. അപ്പൊ തിരിച്ച് ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോ അടിച്ചില്ല, ലോട്ടറി അടിച്ചില്ല. തിരിച്ച് വരുന്നുണ്ട്, എനിക്ക് വിശക്കണം, എന്തെങ്കിലും തരണം. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്ന് തിലകൻ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല. ഈ ഒരു അവസ്ഥയാണ് ഷാജി ഈ മിനിസ്റ്ററോട് ചോദിക്കുമ്പോ, നിങ്ങൾ അറബിക്കടലിൽ പറയും എന്ന് പറഞ്ഞിട്ട്. അന്ന് പറഞ്ഞത് വേറൊരു ഷാജിയാണ്, ഇപ്പോ ഞാൻ മിനിസ്റ്ററാണ്. ഇനി വേറൊരു പുള്ളി പറഞ്ഞത്, എരണം കെട്ടവർ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് ഈ നിപ്പയും വെള്ളപ്പൊക്കവും ഇതൊക്കെ വരുന്നത്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞാൻ പറയുന്നത്, ഇവരൊക്കെ സംസാരിക്കുന്നത് മനുഷ്യർക്ക് മനസ്സിലാവണില്ലേ? മഴയില്ല, എരണം കെട്ടവര് ഭരിക്കുന്നത് കൊണ്ടാണോ? ഈ പവർ കട്ട് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 10 വർഷം, വീണ്ടും പവർ കട്ട് വന്നു. എരണം കെട്ടവര് ഭരിക്കുന്നത് കൊണ്ടാണോ? നമ്മളങ്ങനെ പറയുമോ? ഇല്ലേ? അപ്പോ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട്. അല്ല, അന്ന് ഞാൻ വേറൊരാളായിരുന്നു, ഇപ്പൊ ഞാൻ വേറൊരാളാണ്. അങ്ങനെ ഓന്തിന് നിറം മാറുന്ന പോലെ നിറം മാറേണ്ടവരാണോ പൊതുപ്രവർത്തകർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ഇവര് ആ തെരഞ്ഞെടുപ്പിൽ പറയുന്ന കാര്യത്തെ മുഖവിലക്കെടുത്ത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇവരെ വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഇന്നലെ പറഞ്ഞത് ഇന്ന് നമ്മൾ ചോദിക്കുകയാണെന്ന്, ഇന്നലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ വേറൊരാളായിരുന്നു, ഇന്നിപ്പോ ഞാൻ വേറൊരാളാണ്, അതെനിക്ക് ഇന്നലത്തെ ആളെ എനിക്കറിയില്ല എന്ന് പറയുമോ? ഇപ്പൊ വലിയ എന്താ പറയാ, ഒരു മാസം കൊണ്ടൊരു യൂട്ടേൺ അടി സർക്കാരിനെയാണ് സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അത് മാധ്യമങ്ങൾ ചോദിച്ചല്ലോ, എന്താണ് ഇങ്ങനെ യൂട്ടേൺ അടിക്കുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല.
ഇപ്പൊ അവസാനം എന്നാൽ ആ അപവാദം പറയുന്ന സന്ദർഭത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഗുഡ് ബുക്കിൽ എൻട്രി കിട്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് പറഞ്ഞാൽ എക്സലൻസ് അവാർഡ്, കേന്ദ്ര ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നേടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതിപ്പോ നമ്മള് ഈ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 1 കിലോമീറ്റർ റോഡ് മുകളിൽ പാലം ഒറ്റ തൂണില് നിർത്തി പണിതിട്ടുള്ള അത്ര ഗംഭീരമായ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അവരെ കുറിച്ചില്ല കഥകൾ. ഇവർ തോന്നിയ പോലെ എസ്റ്റിമേറ്റ് ഇടും, ആ എസ്റ്റിമേറ്റ് വീണ്ടും വർദ്ധിപ്പിക്കും. അപ്പോ അഴിമതി മുഴുവൻ അതിന്റെ അകത്താണ്, അവര് തമ്മിലുള്ള ഡീലാണ് എന്നൊക്കെ പറഞ്ഞു. അവരെ ഇപ്പോ എന്താ പറഞ്ഞത്, ഒരു മിനിസ്റ്റർ തന്നെ പറഞ്ഞത് അവര് ഗംഭീരമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഷീർ അല്ലെ, പി.കെ. ബഷീർ മിനിസ്റ്റർ പറഞ്ഞു നല്ല ക്വാളിറ്റിയാണ് അവരുടെ പ്രവർത്തന കൺസ്ട്രക്ഷൻ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ ഇന്നലെ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ജനങ്ങളോട് ഈ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തി വോട്ട് നേടിയത്. ആ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ കസേര കിട്ടിക്കഴിയുമ്പോ എങ്ങനെയാണ് മാറുന്നത്? സത്യത്തിൽ ഇവര് പറഞ്ഞ നുണകളൊക്കെ ഇവര് തന്നെ തിരുത്തി പറയുന്ന ഒരു കാഴ്ച. അതിന് യു ടേൺ, അത് തെറ്റ് ചെയ്താൽ തിരുത്തുന്നതിന് എന്താ, തിരുത്തണ്ടേ? അല്ലാതെ തെറ്റിൽ പിടിച്ച് ഊഞ്ഞാലാടലല്ലോ ചെയ്യേണ്ടത്. ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് സാധാരണ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ, തെറ്റ് ചെയ്താൽ തിരുത്തണ്ടേ ഇല്ലേ? ഇത് തെറ്റ് ചെയ്താൽ തിരുത്തണം. ഇപ്പോ ഒരു കുട്ടി, 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു തെറ്റുപറ്റി, കാരണം ബുദ്ധിക്ക് അത്രയ്ക്ക് സ്ഥിരതയായിട്ടില്ല, വിവേചന ബുദ്ധിയുടെ വളർച്ച അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അവർക്ക് എറർ ഉണ്ടാവാം. ആ എറർ തിരുത്തി കൊടുക്കുക മുതിർന്നവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഒരു പ്രായപൂർത്തിയായി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അറിവും പക്വതയും ഒക്കെ ആയി കഴിഞ്ഞ് എല്ലാ ദിവസവും ഇങ്ങനെ തെറ്റുപറ്റുക എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. ഇതൊരു തന്ത്രമാണ്. അദാനി വിഷയത്തിൽ അറിയാതെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അത് ഒന്നും ആയിട്ടില്ല, ഇനിയിപ്പോ ഞങ്ങളത് വീണ്ടും ചെയ്യാൻ പോകുന്നുള്ളൂ, വീണ്ടും ആലോചിക്കാൻ പോകുന്നുള്ളൂ. അപ്പോ ഈ എന്താ പറയാ, ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങളും അവസരവാദവും ചില ഈ വർഗീയവാദികളുടെയും വർഗീയ ശക്തികളുടെയും ഒക്കെ ഒരു കൂട്ടാളിയായി ഒരു നേതാവായി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മാറി അതിന്റെ ഒരു പരിലാളനയിൽ വലിയ പരിക്കൊന്നുമില്ലാതെ പോകാൻ കഴിയും എന്നുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ ആ ശ്രമത്തിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദവും കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്, UDF എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഇതുവരെയും കരുതിയിരുന്നത് അതൊരു പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇടതുപക്ഷം ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, UDF ആകട്ടെ, അതൊരു പൊതു നന്മയാണ്, ഒരു പബ്ലിക് ഗുഡാണ്. അതാണ് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് മാറുന്നു. UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF-ലുള്ള എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ലീഗ് വരെ PMC വിഷയത്തിലടക്കം അവര് മറുകണ്ഠം ചാടല്ലേ. ലൈഫ് പദ്ധതിയില് ഈ KM ഷാജിയൊക്കെ എന്താ പറയുന്നത്, അതിപ്പോ ഒരു എംബ്ലം വെച്ചു വിചാരിച്ച എന്താ കുഴപ്പം, ആ പൈസ കിട്ടണതല്ലേ, പൈസ നമ്മുടെ അവകാശമല്ലേ. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന GST അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റ് വരുമാനം, കേന്ദ്രത്തിന് ഭരണഘടനാപരമായി കിട്ടേണ്ട വരുമാനം ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ്, അതിന്റെ ഒരു വിഹിതമാണ് ഭരണഘടനാപരമായി നമുക്ക് തരുന്നത്. അത് കിട്ടേണ്ടതാണ്. മറിച്ച് അത് കിട്ടണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിനെതിരായ ഒരു ഏകാധിപത്യ പ്രവണത കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശണ്ട കൂടാനില്ല എന്നല്ല, ചില സ്ഥലത്ത് ഒരു നിലപാട് ഭരണഘടനയിൽ ഊന്നിയിട്ടുള്ള ചില നിലപാട് എടുക്കേണ്ടി വരും, തർക്കിക്കേണ്ടി വരും. ഇപ്പൊ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. പ്രതിപക്ഷം പറയണേ ഞങ്ങൾ തർക്കിക്കാനൊന്നുമില്ല, അവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് പോരുക വരിക, അതല്ലല്ലോ. അവിടെ എന്തിനാ തർക്കിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തർക്കം നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു നിയമം കൊണ്ടുവരുമ്പോ, ഒരു നയം നടപ്പാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഭരണഘടനാ വിരുദ്ധമായ കാര്യം നടപ്പാക്കിയാൽ ജനങ്ങൾക്കെതിരാണ്. ഇതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഇത് ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോക്ക് അസാധ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടിയന്തര പ്രമേയത്തിനൊക്കെ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, എല്ലാ വിഷയങ്ങളിലും U-ടേൺ അടി നടത്തുന്നു. ഇങ്ങനെയൊന്നും ഇപ്പൊ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അധികം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോക്ക് നടക്കില്ല, എപ്പോഴും മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ? അതെ തീർച്ചയായിട്ടും. ഇത് ഈ പറഞ്ഞ ബുദ്ധിജീവികളും
തൊഴിലാളി സമൂഹവും, ആ. അതായത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുണ്ട്, വലതുപക്ഷ തൊഴിലാളി സംഘടനകളുണ്ട്, അവരൊക്കെ അടഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ. കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം 10-50 ദിവസത്തിനുള്ളിൽ ഒരു ഗവൺമെന്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങൾ സംഘടിക്കും. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടിച്ചവർ ഇപ്പൊ 2002 വലിയ തീരുമാനങ്ങൾ അന്നത്തെ ആന്റണി ഗവൺമെന്റ് എടുത്തു, UDF-ന്റെ ഗവൺമെന്റ് എടുത്തു. വലതുപക്ഷ സംഘടനകളടക്കം ഒരുമിച്ച് നിന്നാണ് സമരം ചെയ്തത്. ഈ സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള സമരമാണ് നടന്നത്. അന്നും 99 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ്. അപ്പൊ ആ ഒരു ഹുങ്കിന്റെ പുറത്താണ് എന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഇത്ര സീറ്റ് ഉണ്ട്, ആ അധികാരത്തിന്റെ തിണ്ണമുടക്കിലാണ് അന്ന് ആ തീരുമാനങ്ങൾ എടുത്തത്. പക്ഷെ ആ തീരുമാനത്തെ 32 ദിവസത്തെ സമരം കൊണ്ട് തീർത്തു കൊടുത്തു. അപ്പോ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അധികാരം എന്നുള്ളത് അഹങ്കരിക്കാനുള്ള ഒരു അവസരമല്ല, മറിച്ച് ജനസേവനത്തിനുള്ള ഒരു അവസരമാണ്. ആ ജനത്തെ മറന്നുകൊണ്ട്, നാടിനെ മറന്നുകൊണ്ട്, ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കാതിരിക്കില്ല. അതാണ് നൽകുന്ന സൂചന.